ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് മാംഗോ ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാംഗോ ക്രീം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. നല്ല പഴുത്ത മാങ്ങ, ബിക്കോസ് ഇറ്റ്സ് മാംഗോ ക്രീം, അതുകൊണ്ട് നല്ല പഴുത്ത മാങ്ങ, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ആൻഡ് ഫ്രഷ് ക്രീം. ഈ 3 ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് മാംഗോ ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. 2 മാങ്ങ മാത്രമല്ല ഉള്ളത്, ഇനിയും മാങ്ങകളുണ്ട്. സോ ലെറ്റ്സ് ഗോ. നല്ല പഴുത്ത മാങ്ങകൾ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത് പീൽ ചെയ്യണം ആദ്യം. നമുക്കിത് പീൽ ചെയ്യുന്നതിനോടൊപ്പം കുറച്ച് നമ്മൾ ഇതിൽ കുറച്ച് നമ്മൾ ഇതിൻ്റെ ഫ്ലഷ് എടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് അരയ്ക്കുന്നുണ്ട്, ക്രീം ആക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ചില പീസസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ടൈപ്പിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓക്കെ, നല്ല പഴുത്ത മാങ്ങയാണ്. ജസ്റ്റ് എനിക്കിത് തൊലി ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം. മാങ്ങയുടെ പേരൊന്നും എനിക്കറിയില്ല, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടിട്ട് വാങ്ങിച്ച മാങ്ങയാണ്. കറക്റ്റ് ഞാൻ 1 കിലോ തന്നെ തൂക്കിയെടുത്തു. എനിക്ക് സാധാരണ മാങ്ങയല്ല, നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ സാധനങ്ങളൊന്നും തൂക്കിയെടുക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ കളക്ട് ചെയ്ത മാങ്ങ മൊത്തം നമ്മൾ വെയിറ്റ് നോക്കിയപ്പോൾ കറക്റ്റ് 1 കിലോ തന്നെ ഉണ്ടായിരുന്നു. 1 കിലോ 55 രൂപയായിരുന്നു ഈ മാങ്ങയ്ക്ക്. കണ്ടോ, നല്ല ഫ്ലഷ് ഉണ്ട് മാങ്ങയ്ക്ക്. ഇത് ഭയങ്കര ജ്യൂസി ആയിട്ടുണ്ട് കാണാൻ. ഓക്കെ, ഇത് നമ്മൾ ഇപ്പം ഇത് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിത് ചെയ്യാനാണ്. നമ്മളിത് മിക്സിയിലിട്ട് നന്നായിട്ട് പിന്നെ പേസ്റ്റ് ആക്കി എടുക്കും. നല്ല തണുപ്പുണ്ട്. മാങ്ങേൻ്റെ പൾപ്പൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള മാംഗോ ആണിത്. അപ്പോൾ ഇത് നമുക്കിനി പേസ്റ്റ് ആക്കി എടുക്കണം. ഓക്കെ, കണ്ടോ, തീരെ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല ഇതിൽ. നല്ല ഇത് മധുരം ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിനകത്ത് തീരെ നമ്മൾ വെള്ളം ചേർക്കാതാണ്. മാംഗോയുടെ പൾപ്പ് മാത്രമാണിത്. ക്ലോസ് കണ്ടില്ലേ, ഇത് മാംഗോയുടെ പൾപ്പ് മാത്രമാണ്. ഞാനിതിൽ ഒരു തുള്ളി പോലും വെള്ളം ഉപയോഗിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, ഫ്രഷ് ക്രീം ആവശ്യത്തിന് ഒഴിക്കും. ഞാൻ വെച്ച് ഫ്രഷ് ക്രീമിന് നല്ല മധുരമായിരിക്കുന്നു. ഞാൻ സാധാരണ ഫ്രഷ് ക്രീം നമ്മൾ ഫുഡിനകത്തൊക്കെ ചേർത്തിട്ട് മാത്രമല്ലേ നമ്മൾ കഴിക്കുള്ളൂ. ഇപ്പം ഞാൻ കഴിച്ചു നോക്കിയപ്പം വലിയ മധുരമില്ല. എക്സ്പെക്റ്റേഷൻ പോലെ അല്ല ഫ്രഷ് ക്രീമിൻ്റെ ഒരു രൂപം. ഞാൻ ആവശ്യത്തിന് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അതെ, നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ നമ്മുടെ മിൽക്ക് മീറ്റ്, മിഠായി മീറ്റ് എന്നാണ് ഇതിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആവശ്യമേ ഇല്ല, കാരണം നല്ല മധുരമുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് കുറച്ച് ഒഴിച്ചേക്കാം. ഓക്കെ, അത്രയും മതിയാവും, കാരണം നല്ല മധുരമുണ്ട് മാങ്ങയ്ക്ക്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാംഗോ ക്രീം റെഡി. ഇനി ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നല്ല കട്ട് ചെയ്ത മാംഗോസും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് അതിനാണ് ഞാൻ ഈ മാംഗോ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് എന്താണ്, മാൻഡേറ്ററി ഒന്നുമല്ല, ജസ്റ്റ് ഫോർ അലങ്കാരം ഓൺലി. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ മാംഗോ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ. ഓക്കെ, നമ്മുടെ മാംഗോ ക്രീം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് മാംഗോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിന് മുകളിലേക്ക് ആഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ മാങ്ങയുടെ കോലം ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ വിട്ട് വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടൊരു സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ഇട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ആഹാ, ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. അടിപൊളി.